ഈ മാസോ? ഈ മാസം ഞാൻ ഇറങ്ങുന്നില്ല. അതെങ്ങനെയാടാ? ഞാൻ 1 മാസമായി പ്രാക്ടീസ് ചെയ്തിട്ട്. ഇല്ലില്ല, എനിക്കൊന്നും ഇടി മേടിച്ച് കൂട്ടാനൊന്നും വയ്യ. ഞാൻ ഈ പ്രാവശ്യം ഇറങ്ങുന്നില്ല. ഇല്ല. ആ ആ നമുക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് കാണാം. ശരിയടാ. ഓക്കെ ഓക്കെ. പിങ്കി, എന്തെന്ന്? എന്ത്? ഈ ഇടവും വലവും നോക്കാതെ നീ എങ്ങോട്ട് പോണേ? ഇടത്ത് നോക്കി വലത്ത് നോക്കി ഇനി പൊക്കോട്ടാ. ഓഹോ, കുത്തരം. പോയാണോ നീ? വല്ലാത്ത കുഴപ്പം തന്നെ നിനക്ക്. സാധാരണ സ്കൂളിൽ നിന്ന് വന്ന് ഞാൻ നേരെ അടുക്കളയിലോട്ട് അമ്മ ആവശ്യക്കണേന്ന് വിളിക്കുമല്ലോ. എന്ത് പറ്റിയൊന്നും പറയാത്തെ? എന്ത് എന്ത് എന്തമ്മ ഞാൻ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? എന്ത് പറഞ്ഞേ? ഒന്നുമില്ല. ചായ വേണോ? വേണ്ട. വേണ്ടേ? അതെന്ത് വേണ്ടാത്ത? ചായ ഇടമ്മ. എന്തിനമ്മ ഇങ്ങനെ ഇടന്ന് ഒച്ച ഉണ്ടാക്കണേ? എന്തോ നിന്റെ പ്രശ്നം? ഒരു പ്രശ്നമില്ല. പറഞ്ഞാലല്ലേ മനസ്സിലാളൂ. ഞാൻ ചായ എടുത്തോണ്ട്. എന്തുവാടി നിനക്ക് ഇത്ര ആലോചന? ഒരു കല്യാണ ആലോചന. കല്യാണ ആലോചന? ആർക്ക്? എനിക്ക്. നിനക്ക്? മനസ്സിലാവുന്നുണ്ട്. ഈയിടെയായിട്ട് നിന്റെ സ്വഭാവത്തിനൊക്കെ ആകെ ഒരു മാറ്റം. ശരി, ഞാൻ കണ്ടുപിടിച്ചോളാം. ആയിക്കോട്ടെ. ഹലോ. ചൂടില്ലമ്മ. എത്ര നേരം എടുത്തു വെച്ചിട്ട്? നീ വരാത്ത ലേറ്റ് ആയതുകൊണ്ടല്ലേ? എന്തുവാണ് നിന്റെ പ്രശ്നം? പറ, കേക്കട്ടെ. പറ അമ്മ. ഞാനേ സ്കൂള് വിട്ട് വരണ വഴിക്ക് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കയറി. അതാണോ ലേറ്റ് ആയത്? ലച്ചുവിന്റെ വീട്ട് തൊട്ടടുത്ത് തന്നെ സ്കൂളിന്റെ. എന്നിട്ട് അപ്പം അവര് വീടിന്റെ ബാക്കിലുണ്ടല്ലോ വലിയൊരു കിളിക്കൂട്. അത് നിറച്ചു ലവ് ബേർഡ്സ്. ഒരുപാട് നിറങ്ങളും ഒരുപാട് വെറൈറ്റി ഉള്ള ലവ് ബേർഡ്സ്. നല്ല ശബ്ദം. അവരിങ്ങനെ എന്നൊക്കെ പറഞ്ഞ ശബ്ദം ഉണ്ടാക്കൂലേ? നല്ല രസമുണ്ടമ്മ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലവ് ബേർഡ്സിനെ. ഞാൻ അവരെ കണ്ടപ്പോ അങ്ങ് ഡെസ്പായി. ഡെസ്പാവണം എന്തിന്? അവൾ എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല അവളെ വീട്ടില് ലവ് ബേർഡ്സ് ഉള്ള കാര്യം. അവൾ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അതിന് നീ എന്തിനു വിഷമിക്കണം? എനിക്ക് വേണം. അതെ, ഞാൻ കേട്ടിട്ടുണ്ടേ ഈ ലവ് ബേർഡ്സ് നമ്മൾ വീട്ടിൽ വളർത്തുവാണെങ്കിൽ ഭയങ്കര ഐശ്വര്യമായിരിക്കും ഒന്ന് വീട്ടില്. അങ്ങനെയാണോ? അങ്ങനെയൊന്നും ഇല്ല. ലവ് ബേർഡ്സിനെ വളർത്തിയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഐശ്വര്യമൊന്നും വരില്ല. ഐശ്വര്യമൊക്കെ വീട്ടിലിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിലേക്ക് പോലെ ഇരിക്കും. അപ്പൊ അമ്മയ്ക്ക് ലവ് ബേർഡ്സിന് ഇഷ്ടമല്ലേ? ലവ് ബേർഡ്സിന് ഇഷ്ടമാണെന്ന് കരുതി വളർത്താൻ പറ്റുമോ വീട്ടിലെപ്പോഴും? വളർത്തിയേ കൊള്ളായിരുന്നു. നിന്റെ അടുത്ത് ഇരുന്നാലേ ഇനി നീ എന്നെ കൊണ്ട് കിളിയെ മേടിപ്പിക്കും. ഞാൻ പോട്ടെ. ആ ചീറ്റിപ്പോയി. അയ്യോ അമ്മ, അമ്മ ഒറ്റയ്ക്കിരുന്ന് നനയ്ക്കുന്നു. ഞാൻ സഹായിക്കാൻ കേട്ടോ. വേണ്ട, നീ അറിഞ്ഞു ചെയ്തില്ലല്ലോ. അപ്പൊ ഞാൻ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് നീ വന്ന് കൂടുതൽ സഹായിക്കണ്ട കേട്ടോ. അമ്മ അമ്മ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ? എന്തോന്നു? ഞാൻ സ്കൂള് വിട്ട് വന്നിട്ട് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കയറി എന്ന് പറഞ്ഞില്ലേ? കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അപ്പൊ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ഇനി സ്കൂള് വിട്ട് വരുന്ന വഴിക്ക് വല്ലവരും വീട്ടിൽ കയറി എന്ന് പറഞ്ഞാൽ നിന്റെ മുട്ടുകാലം ഞാൻ തല്ലി ഒഴിക്കും. സത്യമാണ്. അതൊക്കെ വിട്. അപ്പൊ അമ്മ, അവളെ വീട്ടിൽ ഒരുപാട് ലവ് ബേർഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ ആ ലവ് ബേർഡ്സിനെ കണ്ടപ്പോ ഞാൻ ഡെസ്പായി എന്നൊക്കെ പറഞ്ഞ എനിക്ക് വിഷമം വന്നമ്മ. അതന്നെ പറഞ്ഞോണ്ടിരിക്കണേ വീണ്ടും വീണ്ടും. നമുക്ക് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ലവ് ബേർഡ്സ് നമ്മുടെ വീട്ടിൽ വളർത്തിയാലോ? ആ കാര്യം ഉണ്ടല്ലോ, ലോണ്ട വരുന്ന ആ ചേട്ടനോട് ചോദിച്ചോക്ക്. ചേട്ടൻ? നിന്റെ അച്ഛൻ.
അച്ഛനാ അച്ഛനോട് പറഞ്ഞ് തേടി set വിളിക്കാം. ആക്കിക്കോ. ഓക്കേ. അച്ഛാ എന്ത് മോളെ? അയ്യോ അച്ഛൻ എവിടെ പോയെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇങ്ങനെ അച്ഛനെ വെയിറ്റ് ചെയ്ത് കാത്ത് ദേ ഈ മുറ്റത്ത് തന്നെ നിക്കായിരുന്നു. ദേ നോക്കിയപ്പോ എന്റെ അച്ഛൻ മുമ്പിൽ. അത് മക്കളെ, നീ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴേ അച്ഛൻ നിന്റെ പിന്നിലായിരുന്നു. നീ തിരിഞ്ഞപ്പോ അച്ഛൻ മുന്നിലായി. അയ്യോ അച്ഛന്റെ ചിന്താഗതി കൊണ്ട് ഈ ആശയത്തെ എത്ര പെട്ടെന്നാണ് അച്ഛൻ മാറ്റിമറിച്ചത്. ശ്ശോ, അച്ഛന് ഭയങ്കര ബുദ്ധി തന്നെ. എന്ത് കാര്യം? അതായത് അച്ഛാ, ഒരു വീടായി കഴിഞ്ഞു കഴിഞ്ഞാ പക്ഷിമൃഗാദികളൊക്കെ വേണ്ടേ? അല്ലേ അമ്മ? പിന്നെ അല്ലേ അച്ഛാ? മൃഗാദികളൊക്കെ വേണം. അതെ. അതെ, പണ്ടത്തെ കാലത്തൊക്കെ തറവാടുകളിലൊക്കെ കണ്ടിട്ടില്ലേ, വീടിന്റെ കൂട്ടത്തിൽ തന്നെ തൊഴുത്തുണ്ടാവും, അതിൽ പശു ഉണ്ടാവും, ആടുണ്ടാവും, പട്ടികളുണ്ടാവും, പിന്നെ കോഴി ഉണ്ടാവും, താറാവ് ഉണ്ടാവും, മനുഷ്യരും മൃഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ കറക്റ്റ്. മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും എല്ലാരും കൂടെ ഒത്തുചേർന്ന് ജീവിച്ച് അങ്ങനെ ഒരു പാരിസ്ഥിതിക ലോകത്തെയാണ് എന്തോന്നടി ഈ പറയണേ? അല്ല, ഞാൻ പറയട്ടെ. അപ്പൊ അങ്ങനെ ഒത്തുചേർന്ന് ജീവിക്കുന്ന ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്ന സുഖവും സന്തോഷം, ആ ഒരു അനുഭൂതി നമുക്ക് വേറെ ഒരിടത്തും കിട്ടൂല. അല്ലല്ല, അത് അവള് പറഞ്ഞത് ശരിയാണ് മോളെ. എന്തറിയുമോ, ഈ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടെങ്കിലേ ഈ അവർക്കൊക്കെ ഒരു സെൻസ് ഉണ്ട്. ഈ അപകടങ്ങളൊക്കെ വരികയാണെങ്കിൽ മുൻകൂട്ടി കാണാൻ. തന്നെയുമല്ല, നമുക്ക് എന്തെങ്കിലും ദോഷം വരികയാണെങ്കിൽ അത് അവരെല്ലാം അങ്ങ് ആയിക്കോളും. അത് ശരി, അങ്ങനെയുണ്ട്. പണ്ടുള്ളവർ അങ്ങനെ പറയായിരുന്നു. അത് ശരിയാണ്. അത് ശരിയാണ്. പക്ഷെ ഈ വിഷയത്തിലേക്ക് ചേച്ചി വന്നതിന്റെ കാര്യം അറിയാവോ? എന്ത്? അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് പോയിരുന്ന അവിടെ നിറച്ച് ലവ് ബേർഡ്സ് ഉണ്ട്. അതുകൊണ്ട് ചേച്ചിക്ക് വീട്ടിൽ ലവ് ബേർഡ്സിനെ വളർത്തണം, അതാണ് ആവശ്യം. ഓ, എന്തോന്ന് വെച്ചാ പറയണേ? ഇനി അതിനും ചെലവാക്കാൻ എന്റെ പൈസ ഒന്നുമില്ല. അത് പറഞ്ഞു നീ എന്റെ പുറകെ വരണ്ട. മണി, നീ വാ. അല്ല അച്ഛാ മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ അച്ഛാ? മറ്റേ പാട്ട് കേട്ടിട്ടില്ലേ? നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി. മണിമത്തൂരിലെ 1000 ശിവരാത്രി പാട്ട് അത്. അതുപോലെ അപ്പം ഈ പക്ഷികളുടെ കളകളാ രവമൊക്കെ കേൾക്കാൻ എന്ത് രസമാണ്. ഇന്ന് രാവിലെ ആ ശബ്ദം കേട്ട് എണീക്കാൻ എന്ത് സുഖമായിരിക്കും അല്ലേ? നീ വാ മണി. ഇവിടത്തെ മരത്തിലുള്ള കാക്കയുടെ ഒച്ച കേട്ട് എണീച്ചാ മതി. കാക്കയല്ല. അല്ല അമ്മ അമ്മ ഒരുപാടൊന്നും വേണ്ട അമ്മ. ഒരു 2 എണ്ണമെങ്കിലും മേടിച്ചു തരും എനിക്ക്. 2 എണ്ണമെങ്കിലും. എനിക്ക് ഈ തീരുമാനം ഒന്നും എടുക്കാൻ പറ്റൂല. നിന്റെ അച്ഛൻ എന്ത് തീരുമാനിക്കുന്നോ അതനുസരിച്ച് പെരുമാറിയാ മതി. അമ്മ അധികം വിലയൊന്നും ആവൂല അമ്മ. ഒരു 1000 ആവൂല എല്ലാം കൂടെ. നിന്റെ അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ വാങ്ങിച്ചോ, അല്ലാതെ എന്റെ അടുത്ത് ചോദിക്കണ്ട. ഓ അതാ വന്നു അച്ഛാ. 1000 രൂപ. ചേച്ചി ഒന്ന് ചിരിച്ചേ നോക്കട്ടെ. അയ്യോ എന്തൊരു ഭംഗിയാ എന്റെ ചേച്ചിയുടെ ചിരി കാണാൻ. ആണല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. എന്ത്? എനിക്ക് 2 കിളിയെ മേടിച്ചു തരൂ. തോന്നി മേടിച്ചു തരാൻ. ഞാൻ നോക്കിയിരുന്നു കേട്ടാ. ചേച്ചി അവരോ മേടിച്ചു തരുന്നില്ല. ചേച്ചി അങ്ങനെയല്ലല്ലോ. ചേച്ചി അവർക്കാട്ടും കുറച്ചും കൂടെ ദയൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാം. ചേച്ചിയുടെ മനസ്സ് പൂപോലത്തെ മനസ്സാണ്. മേടിച്ചു ചേച്ചി. ഒന്നാമതേ നീ പറഞ്ഞ പോലെ എനിക്ക് പ്രകൃതിയിലൂടെ ഒരു സ്നേഹവും ഇല്ല. പിന്നെ കിളി, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കിളി ഏതാണെന്നറിയോ? പക്ഷി ഏതാണെന്നറിയോ? ഏത് പക്ഷി? കോഴി. ആ തോന്നി. ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് അതാണ്. അതങ്ങ് പൊരിച്ച് തിന്നോണ്ടല്ലോ മോളെ, ആഹാ, ചുറ്റോളൊന്നും കാണാൻ പറ്റൂല. അതുകൊണ്ട് മോള് ചെല്ല്, പോ പോ. ഇങ്ങനെ കിട്ടിയെന്തിന്? മെഴുക്കോട്ടുണ്ടാക്കാൻ. തോരനല്ലേ? തോരൻ വേണോ? അല്ല വേണ്ട, ഇത് മതി. മെഴുക്കോട്ട് മതി. എളുപ്പ പണി നോക്കാന്ന് വിചാരിച്ചപ്പോ എന്തുണ്ടാക്കിയാലും ടേസ്റ്റാണല്ലോ. മതി, ഇത് മതി. കുഴപ്പമില്ല, തോരനാക്കി തരാം. വേണ്ട മണി, ഇനി ഇത് മതി. അതും കുഴപ്പമില്ല. തേങ്ങ കൊത്തൊക്കെ ഇട്ടോ മെഴുക്കോട്ടുണ്ട്. അത് ഞാൻ എന്തും ചെയ്തോളാം. എന്തോടെ? എന്താ ഇവിടെ ബാക്കിയുള്ളവർ എന്തെങ്കിലും കാശ് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഉണ്ട് കൊടുക്കാൻ. ഇവിടെ ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടിയ ദാരിദ്ര്യം. എന്താണ് ഇപ്പൊ പ്രശ്നം? എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ ഒരുപാട് കിളിയുണ്ട്. അതിൽ മിക്കതും നല്ല വിലപിടിപ്പുള്ള കിളിയാണേ. അത് അവളുടെ അച്ഛൻ മേടിച്ചു കൊടുത്തതാണ്. അങ്ങനെ എനിക്കുണ്ട് അച്ഛൻ. ഒരു സ്നേഹമില്ല, ഒന്നുമില്ല. ഞാൻ ഉണ്ടല്ലേ മേടിച്ചു തരും. പിങ്കി മോളെ, ഞാൻ ഇപ്പൊ ഓഫീസിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. കുറച്ച് സ്വൈര്യം. എപ്പോ കയറി വന്നാലും ഇത് എന്തെങ്കിലും പ്രശ്നമായിട്ട് എന്തോന്നിത്? രവിയേട്ടാ, ഒരു കാര്യം ചെയ്യോ, ഒരിത്തിരി ലോണൊക്കെ എടുത്തിട്ടേ ആ ഭാഗം കാണില്ലേ, അവിടെ ഒരു മൃഗശാല സെറ്റ് ചെയ്ത് കൊടുക്കും. കൊറേ പക്ഷികളെയും കൊറേ മൃഗങ്ങളെയും കൊണ്ട് ഇട്ടോടും. അവർക്ക് സന്തോഷം. അമ്മ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട അമ്മ. എന്താ ഡയലോഗ്? എന്താ പ്രശ്നം? എന്താണ് നിന്റെ പ്രശ്നം? പലരെ വീട്ടിലും പല പല സാധനങ്ങളും ഉണ്ടാവും. അതൊക്കെ കാണുമ്പോ വേണമെന്ന് പറഞ്ഞാ പിള്ളേരെ എങ്ങനെ അത്യാഗ്രഹം പാടില്ല. ഇവിടെ എനിക്ക് ഒന്നും പറയാൻ പാടില്ല. നീ കൂടുതലൊന്നും പറയണ്ട. നീ പോയി പഠി. പഠി 24 മണിക്കൂർ പഠിക്കുന്നുള്ള കാര്യം മാത്രമേ അച്ഛന് പറയാവുള്ളൂ. ആ എന്നാ നീ പഠിക്കണ്ട.
അങ്ങനെയെങ്കിൽ ആ പഴിച്ചെലവ് ഇല്ലാണ്ടാവുമല്ലോ. അത് തന്നെ, ആഴ്ചലവ് തന്നെ പഠിപ്പിക്കുന്നത്. ഒന്നും പറയാനില്ലേ? ഞാൻ 2 കിളിയല്ലേ ചോദിച്ചോളൂ. എന്തോന്നത്? ഞാൻ ഒരു 100 കണക്കിന് കിളിയൊന്നും ചോദിച്ചില്ലല്ലോ. എന്റെ മോളെ വാങ്ങിച്ചു തരാം. ഒന്നാമത് ഇവിടെ ഭയങ്കര ചെലവാണ്. അതിനിടയ്ക്ക് ചെലവ് ചുരുക്കാനായിട്ട് നോക്കുമ്പോഴാണ് കിളിയും. എന്തോന്നത് രാവിലെ തന്നെ നിനക്ക് ഭയങ്കര മോടയാണല്ലോ. നിനക്ക് എന്ത്? ഇത്രയും നാൾ ഇതിനു മുന്നേ കിളിക്കോട് വേണോന്നും പറഞ്ഞു ഒരു കിളിയും തൂക്കി ആ മരത്തിന്റെ മണ്ടേ കയറി കിടന്ന് കാണിച്ച ബുക്കിലൊക്കെ കണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോ ഇപ്പൊ ലവ് ബേർഡ്സ്. നാളെ ഇനി രാജവെമ്പാല വേണോന്ന് പറഞ്ഞു. ഇല്ലടി, എനിക്ക് രാജവെമ്പാല ഇഷ്ടമല്ല. എനിക്ക് അനാക്കോണ്ടയാണ് ഇഷ്ടം. നീ മേടിച്ചു തരുമോ? നോക്കോണ്ട അവളെ. എന്ത് അമ്മ ഇപ്പൊ കൊണ്ടുപോയാ ഇവിടെ നടത്തി കൊണ്ടുപോവാ, അല്ലെങ്കിൽ വണ്ടി പിടിക്കേണ്ടി വരും. ഒന്ന് പൊടി നീ ഫോൺ ചെയ്. പോടിയാ? ആരെ നോക്കിയടി പോടിയെന്ന് വിളിക്കണേ. അടിച്ചെന്തിനമ്മ? ഇനി മേലെ അവിടെ മേത്ത് തൊട്ടിട്ടാണെങ്കിൽ നോക്കിയോ. അവിടെ അടങ്ങിന്നോ. കരയാതെ കരയാതെ. അമ്മ അങ്ങനെ വലിയ അടിയൊന്നും അടിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞ മോളെ വിഷമിക്കാതെ. മോളെ ഈ ലവ് ബേർഡ്സിനും കൂടിയും കൂടെ ഒക്കെ എന്ത് വില വരും പറ. രവിയേട്ടാ, അവള് കരഞ്ഞ് പല കാര്യങ്ങളും സാധിച്ചെടുത്തിട്ടുണ്ട്. അതിന് മിടിക്കാണ് അവള്. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് കിളിയെ വാങ്ങിച്ചു കൊടുത്താൽ ഞാൻ പറയണില്ല എന്തോ സംഭവിക്കുന്നു. കരച്ചിലെടുത്ത് കരച്ചിലും നിർത്തില്ലെങ്കിൽ മുട്ടയില് തല്ലി പിടിക്കും. കൂടാൻ രണ്ടെണ്ണം കൂടി ഒരു സമാധാനം തരത്തെ പിള്ളേര്. ഞാൻ ഒന്നിനുമില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ അമ്മയും മക്കളും കൂടെ ആയിക്കോളൂ. എനിക്ക് വയ്യ. കൊള്ളക്കൊരച്ചിൽ കാണിച്ചോണ്ടല്ലോ. ആ നമ്പർ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. പിങ്കി 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 ഡേ എന്തുവാടി നീ കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് കരയുന്നേ? എണീക്ക് എണീക്കടി. ഉറങ്ങാനും സമ്മതിക്കൂലേ? ഉറങ്ങാനോ? ഡേ നമ്മുടെ അമ്മയല്ലേ അടിച്ചത്. ഇതിന്റെ അപ്പുറം അടി നമുക്ക് 2 പേർക്കും കിട്ടിയിട്ടുണ്ടല്ലോ. എന്നിട്ട് നമ്മൾ നന്നായോ? ഇല്ല. ഡേ അതങ്ങ് വിട്ടാടാ. എണീക്ക്. അടിച്ചാലും എനിക്ക് വിഷമമൊന്നുമില്ല. പിന്നെ പക്ഷെ ഇപ്പൊ ആർക്കും എൻ്റെ അടുത്ത് ഒരു സ്നേഹമല്ല പണ്ടത്തെ പോലെ. എന്ത് പറഞ്ഞാലും ഒന്നും മേടിച്ചു തരൂല എനിക്കിപ്പോ. അതെന്തടി നീ അങ്ങനെ പറയണേ? എല്ലാരും അങ്ങനെ ഉണ്ട്. ആരങ്ങനെ? നീ എനിക്കൊന്നും മേടിച്ചു തരൂലല്ലേ ഇപ്പൊ? ഒരു സ്നേഹമില്ല. സ്നേഹം ഇല്ലെന്ന് മാത്രം പറയരുത്. അതൊക്കെ പോട്ട്. നിന്റെ ഈ കിളിക്ക് എത്ര രൂപയാവും? കിളിക്ക് 2 കിളിക്കും ഒരു കൂടിനും കൂടെ ഏകദേശം 1500 രൂപയാകത്തുള്ളൂ. ഇല്ല, ഈ 1500 രൂപയാകത്തുള്ളൂ നിനക്ക് ഇങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് അറിയാം? അത് ഞാൻ അവളെ വീട്ടിൽ കയറിയതിന് ശേഷം പെറ്റ് ഷോപ്പിൽ തിരക്കിയായിരുന്നു. എന്തിനിപ്പോ വിലയൊക്കെ അറിയണം? മേടിച്ചു തരൂലല്ലോ എനിക്ക്. മേടിച്ചെന്നാ മേടിച്ചു തരൂ. എന്റെ അക്കൗണ്ടിലേ ഒരു 3500 രൂപയുണ്ട്. അതിൽ 1500 രൂപ എടുത്ത് നിനക്ക് മേടിച്ചു തന്നാലോ? തരൂ. ഉറപ്പാണ്? തരാം. പക്ഷേ എന്തോന്ന് മേടിച്ചു തരൂലേ? മേടിച്ചൊക്കെ തരാം. നീ കരയാതിരുന്നാ മതി. മേടിച്ചെന്നാ പോരെ? എത്ര രൂപ മേടിച്ചു തരും? ഇപ്പൊ തൽക്കാലം 2 എണ്ണം. ഓക്കെ. നല്ല പിണക്കം. എന്തോന്നത്? എത്ര നേരായി വിളിച്ചിട്ട്? എന്തുകൊണ്ട് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? അമ്മ, ഞാൻ കുറെ നേരമായമ്മ പെറ്റ് ഷോപ്പിലെ ചേട്ടനില്ലേ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഞാൻ നേരത്തെ വിളിച്ചപ്പോഴേക്കും പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി എത്താറായിരുന്നു. ഇപ്പൊ വിളിച്ചപ്പോഴേക്കും സ്വിച്ച് ഓഫ്. അതിന് നീ ഇത്ര റെസ്റ്റ്ലെസ് ആവണ എന്തിന്? വരുമല്ലോ, സമയം എടുക്കുമായിരിക്കും. ബ്ലോക്ക് ഒക്കെ കാണും റോഡില്. എന്നാലും എത്ര സമയം ഇത്? പിന്നെ കുറച്ചു നേരം വെയിറ്റ്. ചേച്ചിയാണെങ്കിൽ 1500 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പിങ്കി എത്തിയില്ലേടി ഇതുവരെ? എത്തിയില്ല ചേച്ചി. എത്ര നേരമായെന്നറിയോ? മണി ഇവിടെ ആർക്കും രാവിലെ ഒന്നും കഴിക്കണ്ടേ? ഒന്നും കഴിക്കണില്ല. ഇതാ ഇവിടെ വെപ്രാളപ്പെട്ടോണ്ടിരിക്കല്ലേ കിളി വരണത് കാത്തോണ്ട്. കിളിയാ? കഴിപ്പൊക്കെ ഇനി ലവ് ബേർഡ്സ് വന്നിട്ട് മതി. അതാ വന്നല്ലോ. കൊണ്ടുവന്നില്ല. ഹലോ, ഹായ്. എന്താ ലേറ്റ് ആയേ? സോറി, വരുന്ന വഴിക്ക് ഒരു ഡെലിവറി കൂടെ ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല.
ഈടോ രസമുണ്ടല്ലേ അച്ഛാ പിടിച്ചമ്മ ഏ അച്ഛാ ഒരു 100 വേണ്ട എടുക്കാൻ എന്റെ ഒന്നും പൈസ ഒന്നുമില്ല. അയ്യോ കാശൊന്നും വേണ്ട. ഇതിപ്പോ പച്ചക്കറി വാങ്ങിക്കാൻ പോണോ ഞാൻ? മോളെ ഇത് ഡെലിവറി കൂടെ ചേർത്ത് ഞാൻ അതിൽ എടുത്തിട്ടുള്ളത്. കുഴപ്പമില്ല വെച്ചോ. വേണ്ട വെച്ചോ വെച്ചോ ഇരിക്കട്ടെ. ശരി. ഓക്കെ എവിടെ നല്ല രസമുണ്ടല്ലേ നല്ല കളറ്. ഇനിയിപ്പോ ഒരു തലവേദന കൂടെ ഉണ്ട്. രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റൂല. സൗണ്ടാ? ആ അല്ല ഇത് എവിടെ വെക്കണത്? ഇത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തൂക്കിയിടാം. തൂക്കി താഴെ നിന്ന് വെക്കല്ലേ, പൂച്ച പിടിച്ചോണ്ടു പോകും. ദാ അവിടെ എവിടെയെങ്കിലും വെക്കണം നമുക്ക്. അവിടെ എവിടെയെങ്കിലും ഇടാം. അത് അച്ഛൻ സെറ്റ് ചെയ്ത് തന്നാൽ മതി. കെട്ടി തൂക്കിടാൻ പറ്റും. സ്റ്റാൻഡ് ഉണ്ടാക്കണം. എന്റെ 1500 രൂപയ്ക്ക് എന്ത് എടി ചേച്ചി ഞാൻ തിരിച്ചു തന്നിരിക്കും. അറിയാലോ ഇത് രണ്ടുപേരും കൂടെ എന്ത് ചെയ്യും? രണ്ടുപേരും അല്ല ഒരാള് 2 മാസം കഴിയുമ്പോഴേക്കും മുട്ടയിടും. അങ്ങനെ കുട്ടികളുണ്ടാവും. അങ്ങനെ ആ കുട്ടികൾ വലുതായിട്ട് മുട്ടയിടും. വീണ്ടും കുട്ടികളുണ്ടാവും. അങ്ങനെ ഒരുപാട് കുട്ടികൾ വരുമ്പോഴേക്കും നമ്മൾ ഈ കുട്ടികളെല്ലാം കൂടെ എന്ത് ചെയ്യും? കുറച്ച് പേരെ നമുക്ക് വിൽക്കാം. അങ്ങനെ നമുക്ക് കാശ് കിട്ടും. അതില് 50-50. നീ 50 എടുത്തോ, ഞാൻ ബാക്കി 50 ഞാൻ. മതി. ബിസിനസ് ഒക്കെ പ്ലാൻ ചെയ്തു. നല്ല ഐഡിയ ആണ് കേട്ടോ. അതെ, ഫലത്തിൽ കണ്ടാ മതി. എന്തായാലും ഒരു കാര്യം ചെയ്യും, രണ്ടും കൂടെ കൊഞ്ചു കൊണ്ട് വെക്കാതെ ഭക്ഷണം കഴിക്കാൻ വാ ഉള്ളിലേക്ക്. ഞാൻ എടുത്ത് വെക്കാം. പറഞ്ഞു കളർ കൊള്ളാം അല്ലേ? ബാബാ കേറി വാ, കഴിക്കണ്ടേ? വരുന്ന വെച്ചോ. നീ അവിടെ വെച്ചിട്ട് വാ. ഹലോ ഹലോ അമ്മ 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 അച്ഛാ ശബ്ദം കേട്ടോ? ആര് വിളിച്ച? പിങ്കി അല്ലേ? അവള് വല്ലതും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് അല്ല ചിപ്സ് വല്ലതും കൊടുക്കാൻ വേണ്ടി വിളിക്കണതായിരിക്കും. അങ്ങനെ ഒരു വിളിയല്ല. കറിയാണോ നോക്കിട്ടോ? അമ്മ അച്ഛാ രവിയുടെ മോളില് പിങ്കി മോളെ, അച്ഛാ അച്ഛാ ഡോർ ലോക്ക് ആയി പോയി. അമ്മ പിങ്കി എവിടെ? മോളെ അച്ഛാ ബാത്റൂമില്. ഇത് തുറക്കാൻ പറ്റില്ലത്. മോളെ അകത്ത് കുറ്റി എടുത്തോ? അകത്തുനിന്ന് കുറ്റി എടുത്തോ? ആ പേടിക്കണ്ട കേട്ടോ. മോളെ ഒന്ന് നീങ്ങുന്നില്ലേ? അച്ഛ തള്ളുകയാണേ. എന്ത് പറ്റി? ഞാൻ ലോക്ക് ആയി പോയത്. വാ വാ വാ. ഡോർ കംപ്ലൈന്റാ. അത് ശരിയാക്കാം. മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇന്ന് സംഭവിച്ചത് എങ്ങനെ പറ്റിയത്? ഞാൻ അകത്ത് മുഖം കഴുകാൻ വേണ്ടി കയറി. വാ വാ. കിളി എവിടെ? ലവ് ബേർഡ്സ് എവിടെയെന്ന്? അവരെ ഞാൻ പറത്തി വിട്ടേച്ചി. നിന്റെ ദൈവമേ, അവര് പറത്തി വിട്ടാ?
അമ്മ അച്ഛാ എന്തുവാണ് നീ കാണിച്ചേ? എന്റെ 1500 രൂപ നിനക്ക് ഭ്രാന്താ? അതെ ചേച്ചി, ഞാൻ കുറച്ചു മുന്നേ മുകളിലത്തെ ബാത്റൂം ഇല്ലേ, അതിനകത്ത് ആവപ്പെട്ടു പോയി. അപ്പോഴാണ് ഞാൻ സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കണം. ചുമ്മാ കളിക്കല്ലേ പിങ്കി. കളിയല്ലേ ചേച്ചി. ചേച്ചി കേട്ടിട്ടില്ലേ, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാര്. ബന്ധനം ബന്ധനം തന്നെ പാര്. ദൈവമേ, എന്റെ 1500 രൂപ.